വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ആലുവയിലാണ്. ഞങ്ങൾ ഇന്നലെ ആലുവയിലേക്ക് വന്നു. ചൊവ്വാഴ്ച അന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് പോകുന്നു. കാരണം ഇന്ന് ചെറിയൊരു പിള്ളേരുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ വന്നു. അപ്പം വൈകിട്ടാണ് ചേട്ടൻ വരുന്നത്. അപ്പോൾ രാവിലെ വർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വൈകിയാണ് എഴുന്നേറ്റ് കേട്ടോ. കാരണം ഇന്നലെ വൈകിയാണ് ഉറങ്ങി. 2 മണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ പിള്ളേരും ഉറങ്ങിയപ്പോൾ ഓരോരുത്തർ വൈകിയ കാരണം എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. വൈകിയാണ് എഴുന്നേറ്റ്. പള്ളിയിൽ പോകാൻ പറ്റിയില്ല. കാരണം സാധാരണ വൈകുന്നേരം രാവിലെ പോകാറില്ല, വൈകുന്നേരം പോകാറ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഫോട്ടോ എടുക്കാൻ ആ ചേട്ടൻ വരാമെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. കുർബാന ഇവിടെ 5 മണിക്കാണ്. രാവിലെ തീരെ എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഭയങ്കര തലവേദന. ഇപ്പോഴും തലവേദന മാറിയിട്ടില്ല. പിന്നെ പിള്ളേർ ആ സമയത്ത് എഴുന്നേൽക്കില്ല. അവരും വൈകി ഉറങ്ങുന്നതുകൊണ്ട് കുർബാനയ്ക്ക് പോകാനുള്ള രാവിലത്തെ ടൈമിൽ അവർ എഴുന്നേൽക്കാറില്ല. രാവിലെ എണീക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ആലുവയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇതിന് മാമോദിസയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷേ ഫുള്ളൊന്നും ആയില്ല. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. കുഞ്ഞോളെ എടാ കുഞ്ഞൂട്ട വേണ്ടടാ. ഫ്രണ്ട്സ്, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവാണ്. കുഞ്ഞൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ. ഏത്തപ്പഴം സ്ലൈസ് ചെയ്ത് നെയ്യിൽ വെച്ച് മുട്ടിപ്പോയി. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുഞ്ഞിപ്പെണ്ണിന് കഞ്ഞിയാണ് കൊടുത്തത്. രാവിലെ തന്നെ കഞ്ഞി വെച്ചിരുന്നു. കുഞ്ഞിപ്പെണ്ണ് കുറുക്ക് കഴിക്കാത്തതുകൊണ്ട് രാവിലെ കഞ്ഞിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞി ചെറുതായിട്ടൊന്ന് അരച്ചിട്ട്, ഫുള്ളായിട്ടല്ല, ചെറുതായിട്ടൊന്ന് അരച്ച് അവൾക്ക് കഞ്ഞി കൊടുത്തു. മടിയാണ് കുടിക്കാനായിട്ട്. കുറച്ച് കഴിച്ചപ്പോഴേക്കും ആൾ മടി കാണിച്ചു തുടങ്ങി. പിന്നെ വായിലേക്ക് വയ്ക്കാൻ പോകുമ്പോൾ തട്ടി മാറ്റും. അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ചേട്ടനൊക്കെ അത്യാവശ്യമായിട്ട് ഓഫീസിലൊരു പോകേണ്ടി വന്നു. അപ്പോൾ ചേട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ചേട്ടൻ വന്നെങ്കിൽ കുറച്ച് ലേറ്റായി. 4 മണിക്കാണ് ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പോയി പിള്ളേരെല്ലാവരും കുളിപ്പിച്ച് ഞാനും കുളിച്ചു, ചേട്ടനും കുളിച്ചു. അപ്പോൾ ഞാൻ തല കഴുകിയില്ല, മേല് മാത്രം ജസ്റ്റ് കഴുകി മേക്കപ്പ് ഇടാൻ തുടങ്ങി. തലമുടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉണക്കാൻ തുടങ്ങണ്ടേ. സമയം വളരെ കുറവായിരുന്നു. ചേട്ടൻ വന്നിട്ട് 3:30 സമയം. 4 മണിക്കാണ് ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞത്. 1/2 മണിക്കൂറിനുള്ളിൽ പിള്ളേർ റെഡിയാക്കണം, ഞങ്ങൾക്ക് റെഡിയാകണം, മേക്കപ്പ് ചെയ്യണം. അങ്ങനെ കുറേ പണികളുള്ളതുകൊണ്ട് തലമുടി കഴുകണ്ടെന്ന് വിചാരിച്ചു. മുടി ഉണക്കാനായിട്ട് ഇനി വേണ്ടിയിട്ട് സമയങ്ങളേ ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേർ ഭയങ്കര അലമ്പുണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഭയങ്കര ലാഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ ചേട്ടൻ കുളിക്കാൻ പോയ സമയത്ത് ഗ്യാപ്പിലാണ് ഞാൻ ചെയ്തത്.
പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഒരുങ്ങാൻ പറ്റിയില്ല എന്നാണ് തോന്നണേ. കാരണം നമുക്ക് വിചാരിക്കുന്ന പോലെ സമയം കിട്ടിയില്ല. ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ ഡ്രസ്സല്ല, വാവയുടെയാണ്. അപ്പോൾ വാവയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഇത് തന്നെ ഇട്ട് ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മടിയായിരുന്നു, കാരണം ഇച്ചിരി ആർഭാടായി പോയോ എന്നൊരു സംശയം. അപ്പോൾ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കണ്ടല്ലേ. അപ്പോൾ ആദ്യം അവൾ സ്ലീവ്ലെസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് കംഫർട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ ജാക്കറ്റും കൂടി ഇട്ടു. ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായി കൊച്ചിനെയും കൊണ്ട്. അപ്പോൾ കൊച്ചിനെയും കൂടി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഇതിനൊന്നും നമുക്ക് ആദൂനെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും ശരിക്കും പറ്റിയില്ല. മാമോദിസയ്ക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവനെയും കൂടി നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ചേച്ചിയും ചേട്ടനും കറക്റ്റ് സമയത്ത് തന്നെ വന്നു. അങ്ങനെ ആദ്യം കാറിലിരുത്തി ഫോട്ടോ എടുത്തു. പിന്നെ സെറ്റ് എടുത്ത് പുറത്തിരുന്നാണ് ഫോട്ടോസ് എടുത്തത്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വെയിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെയിൽ മങ്ങി നിൽക്കായിരുന്നു. 4 മണിയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വളരെ സഹകരിച്ചു. കുഞ്ഞിപ്പെണ്ണ് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. മാമോദിസയ്ക്ക് അലമ്പ് കാണിച്ച പോലെ ഇത്തവണ അലമ്പ് കാണിച്ചില്ല. വളരെയധികം സഹകരണം ഉണ്ടായിരുന്നു. അവൾ ചിരിച്ചൊക്കെ തന്നെ അത്യാവശ്യം നല്ല പോസ്റ്റൊക്കെ കിട്ടി. ഇത്തവണ അലമ്പ് കാണിച്ചത് കുഞ്ഞൂസ് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞൂസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര അലമ്പായി. പിന്നെ ഓട്ടായിരുന്നു, ഓടി പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് പോസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഇരുത്തിയതൊക്കെ ഇരിക്കും, എഴുന്നേറ്റ് ഓടും. പല പ്രാവശ്യം എണീറ്റ് ഓടി ഡ്രസ്സിൽ നിന്നൊക്കെ മണ്ണൊക്കെ ആക്കി. അതിൻ്റെ ഇടയിൽ പോയി മണ്ണ് വരാൻ പോയി. അങ്ങനെ കുറച്ച് അലമ്പാക്കിയിരുന്നു. അപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി ഗ്യാപ്പിൽ ആദുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും ഫോട്ടോ എടുത്തു. ആദുവിൻ്റെ മടിയിലിരുത്തി കുഞ്ഞിപ്പെണ്ണിനെ ഇരുത്തി ഫോട്ടോ എടുത്തു. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കാമായിട്ടിരുന്ന് തന്നിട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും വിചാരിച്ച പോലെ അല്ലായിരുന്നു. 2-3 ഡ്രസ്സ് മാറ്റി ഇട്ട് ഫോട്ടോ എടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2-3 ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ ഡ്രസ്സും കൂടി ഇട്ടിട്ട് ഫോട്ടോ എടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. കാരണം ഏകദേശം ഒരു 1 അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ എല്ലാവരും തന്നെ മുഷിച്ചിലായി. കുഞ്ഞിപ്പെണ്ണും ചെറുതായിട്ടൊന്ന് ചുണുങ്ങി തുടങ്ങി. അത് കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. ഇട്ട ഡ്രസ്സ് എന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ കാറിൻ്റെ മുകളിലിരുന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു. കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയോ ബഹളം വയ്ക്കുകയോ പേടിച്ച് കരയുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കൂളായിരുന്നു ആൾ. ഭയങ്കര ചിരിച്ച് ഭയങ്കര വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഒച്ചപ്പാടാണ്. എനിക്ക് കാരണം ഇടയ്ക്ക് ഫ്ലോ കിട്ടുന്നില്ല, നിന്ന് പോവാണ്. അവൾ സമ്മതിക്കുന്നില്ല. അവളെൻ്റെ കയ്യിലിരുന്നിട്ടാണ് അലമ്പുണ്ടാക്കുന്നത്. ഫോട്ടോ എടുത്ത പോലെ എത്ര ഡീസൻ്റായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആൾ. അപ്പം ഫോട്ടോ എടുത്ത് നല്ല സ്മൂത്തായിട്ട് പോയി. ഞാൻ ഒരു സാധനം പറഞ്ഞു, കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേയുടെ ബാഡ്ജൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് അവിടെ എടുക്കാൻ മറന്നുപോയി. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എനിക്കതാണ് അതിൻ്റെ കാര്യം. ആക്ച്വലി കുഞ്ഞിപ്പെണ്ണിനെ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇതല്ലായിരുന്നു കേട്ടോ. ഇന്നലെ വരെ വിചാരിച്ചത് ഈ ഡ്രസ്സ് അല്ലായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഡ്രസ്സ് ഇടിച്ചത് കേട്ടോ. അതുവരെ മനസ്സിൽ വേറൊരു ഡ്രസ്സായിരുന്നു വിചാരിച്ച് സെലക്ട് ചെയ്ത് വെച്ചത് അതായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതാക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ എടുത്ത് പക്ഷേ ഇത് നന്നായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് കറക്റ്റ് ഔട്ട്ഫിറ്റായിരുന്നു. ലാസ്റ്റ് പപ്പയുടെയും അമ്മയുടെയും കൂടെ ഇരുത്തി 3 പേരക്കുട്ടികളെ മടിയിലിരുത്തി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് വന്നപ്പോൾ മുതൽ ഈ വണ്ടി തന്നെയാണ്. അവൻ കുറച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ വണ്ടി തന്നെയാണ്. അത് വണ്ടിയിൽ സെറ്റായി, വണ്ടിയിലിരുത്തി തന്നെയാണ് അവൻ ഫുൾ ഫോട്ടോസ് എടുത്തത്. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഇരുന്നപ്പോൾ അവനെ ആ വണ്ടിയിൽ തന്നെ ഇരുത്തിയത്. കുഞ്ഞൂസ് കിടന്ന് പപ്പയുടെ മടിയിൽ ഇരുന്നിട്ട് അവസാനം ഇറക്കി വിട്ടു അവനെ. കാരണം ഇരിക്കുന്നില്ല. ആദ്യം ഉടുപ്പ് ചപ്പാൻ നോക്കിയപ്പോൾ ഞാൻ ഉടുപ്പിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് അവനെ കയ്യിൽ കാർ എടുത്തു. അപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി ആ കാറ് ഇപ്പോൾ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇട്ടു. അതിന് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞാൽ ചേട്ടൻ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ചുമ്മാ അതുകൊണ്ട് അവൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വലിയ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് റിലാക്സായിട്ട് ചായയൊക്കെ കുടിച്ച്
നല്ല നൈസ് ഈവനിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാ ബൈ.